Spotlight. ഈ ഉദയനാട് താരം സിനിമയിലെ രാജപ്പനെ തല്ലാൻ അമരീഷ് പുരിനെ വരുത്തണം എന്ന് പറയുന്നത് സംഗതി നായിക പഞ്ചാബി കുട്ടിയാവണം, അതായത് കഥ അനുസരിച്ചിട്ട് ക്യാരക്ടർ പഞ്ചാബി തന്നെ ആവണം. അല്ല, ഇവിടെ കേരളത്തിലെ പെൺകുട്ടികൾക്ക് എന്താ പഞ്ചാബി ലുക്കുള്ള പെൺകുട്ടികൾ എന്താ കേരളത്തിൽ കിട്ടാനില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ പഞ്ചാബി വരെ പോയത്. കുറച്ച് അധികം മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ പഞ്ചാബി ലുക്കുള്ള കേരള കുട്ടികൾ ഇല്ലേ? ഇവിടുത്തെ നായകനെ കിട്ടാത്തോണ്ടല്ല, ഇവിടുത്തെ നായികക്ക് സൗന്ദര്യമില്ലാന്ന് ബേസിൽ പറയുന്നത് കേട്ടോ. ഇല്ല, അങ്ങനെ പറയുന്നത് സ്ത്രീകൾക്ക് സൗന്ദര്യം ഇല്ലത്ര. ഞാൻ വളച്ചൊടിക്കട്ടെ. നിങ്ങൾ ഒരുമാതിരി മഞ്ഞപ്പത്രങ്ങളെ പോലെ പെരുമാറുന്നത്. കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യമില്ലത്രേ. ലിങ്ക് ക്ലിക്ക് ചെയ്യൂ. കഥാപാത്രം പഞ്ചാബിയാണ്. അപ്പോ ആ കുട്ടിക്ക് ഹിന്ദി അറിയണം, അല്ല നന്നായിട്ട് ഗുസ്തി അറിയണം. എന്നാ ഇത്തിരി ഈ പറയുന്ന ഒരു ജിങ്കാലാല ടൈപ്പ് ഓഫ് ഒരു പെൺകുട്ടി ആയിരിക്കണം. എന്ത് പറഞ്ഞാലും കട്ടക്ക് നിൽക്കണം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് ഇങ്ങോട്ട് തിരിച്ചു പറയുന്ന ടൈപ്പ് ആയിരിക്കണം. ഒരു നാണം കുണുങ്ങി ഒരു വീട്ടു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പതിവ്രതയായ ഒരു പെൺകുട്ടിയല്ല. അതൊന്നും ഒരു നാണം കുണുങ്ങി പെൺകുട്ടിയല്ല. നല്ല ഒരു കുറച്ച് സ്മാർട്ടായിട്ടുള്ള ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടി. അപ്പൊ അത് വാമിക്ക പുൾ ഓഫ് ചെയ്യുകയും ചെയ്തു. ഗുസ്തി ട്രെയിൻ ചെയ്തു, 6 മാസം ഗുസ്തി പഠിച്ചു, ബോഡി ബിൽഡ് ചെയ്തു. അപ്പൊ അധികം അടുക്കണ്ടല്ലേ? ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡോപ്പി അടിച്ച് കളയുന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് മലർത്തി അടിക്കാനൊക്കെ വരും. ഗുസ്തി പഠിപ്പിച്ച പിന്നെ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ്. ആൺപിള്ളേരൊക്കെ നേരിടാനൊക്കെ ആൺപേരും ഞാൻ നിന്നെ എടുത്ത് മലർത്തി കളയും എന്നൊക്കെയുള്ള ലൈനിലായി. ഇപ്പൊ ശരിക്കും നമ്മൾ ഒരു പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതാണ്. അതായത് ഡിഫെൻസീവ് ആവാൻ അവർക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം വരുന്നുണ്ട്. 2 ദിവസം ജിമ്മിൽ പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഇല്ല. വാമിക്ക 6 മാസം ട്രെയിൻ ചെയ്തിട്ട് ഗുസ്തി പഠിച്ചതിന് ശേഷം ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞു 1 പറഞ്ഞ് രണ്ടാമത്തേന് എന്ന് പറഞ്ഞ് കൈയൊക്കെ മടക്കി കയറ്റി ഇങ്ങനെ കയറി വരും. എന്താ വേണ്ടേ എന്നൊക്കെയുള്ള ലൈനിൽ അങ്ങനത്തെ ഒരു ലൈനിലേക്ക് അവള് മാറി ഗുസ്തി പഠിച്ചേ. പിന്നെ നായികന്റെ അടുത്തും പോയിട്ട് 2 കൊച്ചു വർത്താനം പറയാനുള്ള സാഹചര്യം ഇല്ല. പറയുന്ന എല്ലാരും ഈ ബോഡി ബിൽഡിംഗ് കോൺസെൻട്രേറ്റഡ് ആണ്. ഫുള്ള് ഡമ്പൽ എടുക്കുന്നു, മസിൽ ഉണ്ടാക്കുന്നു. വാമിക ഇനി കാണുമ്പോ സുന്ദരനും മനസ്സ് വെച്ചാൽ തടി വറക്കാൻ കഴിയുന്നവനുമായിട്ടുള്ള ഒരാൾ അന്വേഷണം പറഞ്ഞിരുന്നു എന്ന് പറയാം. ഓക്കെ, പറഞ്ഞേക്കാം. വെറുതെ കുട്ടന്റെ പേരെന്താണെന്ന് പറഞ്ഞു? എന്റെ പേര് ആർജെ അരുൺ. പറഞ്ഞേക്കാം, ആർജെ അരുൺ. വാമിക ഒരു ആർജെ അരുൺ അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു.